ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വെജിറ്റബിൾ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെജിറ്റബിൾ സൂപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് വീതം ക്യാരറ്റ്, കാബേജ്, ബീൻസ്, ബ്രൊക്കോളി, അല്പം സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞത്, അല്പം സ്പ്രിംഗ് ഓണിയൻ, കോൺഫ്ലോർ, ഓയിൽ, വെള്ളം, പിന്നെ അല്പം കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നെ വെജിറ്റബിൾ സ്റ്റോക്ക്. ആദ്യം നമുക്ക് ഒരു ചെറിയ പീസ് വെജിറ്റബിൾ സ്റ്റോക്ക് അല്പം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ഈ വെജിറ്റബിൾ സ്റ്റോക്ക് ഉപയോഗിക്കുന്നത്. സൂപ്പിന് വേണ്ടി പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റാം. സവാള വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച വെജിറ്റബിൾ സ്റ്റോക്കും ഒഴിച്ചു കൊടുത്ത് ഒരു 15 മിനിറ്റ് മൂടി വെച്ച് നല്ലവണ്ണം വേവിക്കണം. ഇനി നമുക്ക് സൂപ്പിൽ ചേർക്കാനുള്ള കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണിത്. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോർ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാൻ. ഇത് തിക്കായി വരുന്നുണ്ടെങ്കിൽ ഇനി ഒഴിക്കേണ്ടതില്ല. കോൺഫ്ലോർ അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ചാൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം ഇളക്കേണ്ടത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ സൂപ്പ് ആവശ്യത്തിനുള്ള തിക്കായി വന്നിട്ടുണ്ട്. കൂടുതൽ തിക്നെസ് വേണ്ടവർക്ക് അല്പം കൂടി കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മേലെ അല്പം സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം.
എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി വെജിറ്റബിൾ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്